لبيك اللهم لبيك لبيك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك. നമ്മുടെ ഹജ്ജിൻ്റെ അവസാനത്തെ യാത്രാ വിമാനം ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും കൊച്ചി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുമതലക്കാർ സ്നേഹപൂർവ്വമാണ് നമ്മളോട് തുടക്കം മുതൽ ഇന്നിപ്പോൾ ഈ ചടങ്ങ് പൂർത്തീകരിക്കുന്ന സമയം വരെ നമ്മളോട് പെരുമാറിയിട്ടുണ്ട്. എന്ത് ആവശ്യം വേണമെന്നാണ് മത്സരണം പോലെയുള്ളവർ എപ്പോഴും നമ്മളെ കാണുമ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചെറിയൊരു ഉപഹാരം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി മത്സരം നിങ്ങളുടെ എല്ലാ ആശംസകളും ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറയുന്നില്ലേ, ഒരു കൈ മാത്രം അടിച്ചാൽ ശബ്ദം കേൾക്കുന്നില്ല. ഹജ്ജ് കമ്മിറ്റിയുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും അവരുടെ ഹൃദയം തുറന്നുള്ള സമീപനമാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ കാര്യം. നമ്മൾ കൂടുതൽ പാസഞ്ചേഴ്സിനെ അടുത്ത പ്രാവശ്യം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള അസൈൻമെൻറ്റാണ് ഹജ്ജ് കമ്മിറ്റി നമുക്ക് കൊടുത്തത്. നമ്മൾ എന്തുവിധ കാര്യങ്ങളും എയർപോർട്ട് ഓപ്പറേറ്റർ എന്ന രീതിയിൽ ചെയ്യാൻ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളും നിങ്ങളുടെ മനസ്സ് തുറക്കണം, ഹൃദയം തുറക്കണം എന്നാണ്. താങ്ക് യു സാർ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ഹാജിമാരുടെ മടക്കയാത്ര പൂർത്തിയായി. അവസാന മടക്കയാത്ര വിമാനത്തിലെത്തിയ 83 ഹജ്ജ് തീർത്ഥാടകരെ ഹജ്ജ് കമ്മിറ്റി മെമ്പറും നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പ് കോർഡിനേറ്ററുമായ എ സഫർ ഖയാൽ, സിയാൽ ഡയറക്ടർ മനു എസ്, മുൻ ഹജ്ജ് കമ്മിറ്റി മെമ്പർ മുസമ്മിൽ ഹാജി, ഹജ്ജ് ക്യാമ്പ് കോർഡിനേറ്റർ ടി കെ സലിം, ടി മുസ്തഫ, എൻ പി ഷാജഹാൻ, അൻസാരി, ഹജ്ജ് സെൽ ഓഫീസർമാർ, വോളണ്ടിയർമാർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. തിരികെ എത്തിയ ഹാജിമാർക്ക് ഊഷ്മള സ്വീകരണമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നൽകിയത്. SV 3784 നമ്പർ വിമാനത്തിൽ 83 ഹാജിമാരാണ് എത്തിയത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 4478 ഹാജിമാരാണ് യാത്രയായത്. ഇതിൽ 10 പേർ മക്കയിൽ വെച്ച് മരണപ്പെട്ടു. ചിലർ ജോലി ആവശ്യാർത്ഥം വിദേശ രാജ്യങ്ങളിലേക്ക് തന്നെ തിരിച്ചുപോയി. ബാക്കി എല്ലാ ഹാജിമാരും തിരിച്ചെത്തിയതായി ഹജ്ജ് കമ്മിറ്റി അംഗം സഫർ ഖയാൽ പറഞ്ഞു. 16 വിമാനങ്ങളിലായി 11 ദിവസങ്ങളിലായിട്ടാണ് ഹാജിമാരുടെ മടക്കയാത്ര പൂർത്തിയായതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അപ്പുറത്തേക്ക് സംസ്ഥാന കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകാൻ ഭാഗ്യം ലഭിച്ച ഈ വിനീതനും ഉമ്മയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം തന്നെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള കാര്യങ്ങളാണ് ഈ ഇത്തവണത്തെ ഹജ്ജിനെ സംസ്ഥാന കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇവിടെ കൊച്ചിയിലെ എയർപോർട്ടിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ 9-ാം തീയതി വന്നു. ക്യാമ്പിൽ ഒരു ദിവസം ക്യാമ്പിൽ താമസിച്ചു. ആ താമസിച്ച് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നത് വരെ ഇവിടുത്തെ സ്വമേധയാ സന്നദ്ധരായി വന്ന സേവനം ചെയ്യാൻ വന്ന സന്നദ്ധ സേവകരടക്കമുള്ള ആളുകൾ നമ്മളോട് കാണിച്ച ആ ഒരു താല്പര്യവും അനുകമ്പയും അതൊന്നും ഒരിക്കലും എടുത്തു പറഞ്ഞാൽ മതിയാവില്ല. വാക്കുകൾക്ക് അതീതമാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അവർക്ക് വേണ്ടി വിനയിലും റഫയിലും മുസ്ലിമിലും എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങളെ സഹായം ഉൾപ്പെടുത്തില്ല. അത് സ്വീകരിക്കുമാറാണ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകാൻ ഇനിയും ആളുകൾ തയ്യാറായിട്ട് മുന്നോട്ട് വരണം. കാരണം നമ്മുടെ വാക്കുകൾക്ക് അപ്പുറത്തുള്ള പ്രവർത്തനങ്ങളാണ്. ഹജ്ജിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ. മഴക്കാലമാണ്. മഴയ്ക്കൊപ്പം രോഗങ്ങളും വന്നു തുടങ്ങിയല്ലേ. മെഡിക്കൽ ടെസ്റ്റിന് ഇനി പോക്കറ്റ് കാലിയാകും എന്ന പേടിയേ വേണ്ട. മെഡിടെക് ഡയഗ്നോസ്റ്റിക് സെന്റർ എന്നും